ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അറിവിലുമേറി അറിവായി വിളങ്ങുന്ന പരബ്രഹ്മരൂപനാം ശ്രീ ഗുരവേ, അറിവില്ലാതടിയങ്ങൾ ചെയ്യും പിഴകളും ഓതും മൊഴികളും ചിന്തകളും എല്ലാം പൊറുത്തെന്നിൽ കാരുണ്യമേകണേ. കാരുണ്യമൂർത്തിയാം ശ്രീ ഗുരവേ, അജ്ഞാനിയാമെൻ്റെ അകതാരിയിലെന്നെന്നും അറിവായി വിളങ്ങണേ ശ്രീ ഗുരവേ, അറിവായി വിളങ്ങണേ ശ്രീ ഗുരവേ. ഹരതി ശങ്കരി പത്മനാഭപ്രിയേ സരസ്വരൂപിണി കൈതൊഴുന്നേൻ. പാരിൽ ശിവഗിരി തന്നിൽ വിളങ്ങുന്ന കാരണരൂപിണി കൈതൊഴുന്നേൻ. പരമാത്മസ്വരൂപനായ മഹാഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ നമസ്കാരം. അറിവിൻ്റെ ദേവതയായ ശാരദാംബയുടെ തൃപ്പാദങ്ങളിൽ നമസ്കാരം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന കൂട്ടായ്മയിലെ ബഹുമാന്യനായ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രികൾ, മുഖ്യ അഡ്മിൻ അനിൽജി, മുഖ്യ ആചാര്യ സുലേഖ മാം, നമ്മുടെ കുടുംബത്തിലെ എല്ലാ ആത്മമിത്രങ്ങളെ, എല്ലാ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കർക്കിടകം 1 മുതൽ കന്നി 5 വരെ നീളുന്ന ഈ മഹായജ്ഞത്തിൻ്റെ ഭാഗമായി തീരുവാൻ സാധിച്ചതിൽ മഹാഗുരുവിൻ്റെയും ശാരദാംബയുടെയും തൃപ്പാദങ്ങളിൽ ഒരിക്കൽ കൂടി നമസ്കരിക്കുന്നു. ആത്മോപദേശ ശതകത്തിലെ 61, 62 എന്നീ ശ്ലോകങ്ങളുടെ വ്യാഖ്യാനമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ആത്മസ്വരൂപം, സാധനാമാർഗങ്ങൾ, അനുഭൂതി ദശകൾ, വേദാന്ത ശാസ്ത്രത്തിലെ അന്തിമ സിദ്ധാന്തങ്ങൾ ഇവയെല്ലാം സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു ഉന്നത വേദാന്ത ഗ്രന്ഥമാണ് ആത്മോപദേശ ശതകം. അദ്വൈത ബോധമാണ് ജഗത്തിൻ്റെ പരമസത്യമെന്ന് സംശയാതീതമായി ഇതിൽ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഈ കൃതി നിത്യവും വായിച്ച് മനനം ചെയ്യുന്നവർ ഉറപ്പുറ്റ അദ്വൈതികളായി ഈ ജന്മത്തിൽ തന്നെ ജീവൻ മുക്തിക്ക് അർഹരായി തീരുന്നതാണ്. ഇനി ശ്ലോകത്തിലേക്ക് കടക്കാം. 61-ാം ശ്ലോകം. വെളി വിഷയം വിലസുന്നു വേറുവേറാമളവിടുമിന്ദ്രിയമാർന്നു തൻ്റെ ധർമ്മം. ജലതയതിങ്ങു ദിഗംബരാദിനാമാവലിയൊടുയർന്നറിവായി മാറിടുന്നു. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മുടെ ബോധസത്തയുടെ അഖണ്ഡ സ്വഭാവത്തെ മറച്ചു കളഞ്ഞിട്ട് അല്പങ്ങളായ അറിവുകളെ ഉളവാക്കുന്നു. കണ്ണുകൾ രൂപത്തെ അറിയാൻ പ്രേരിപ്പിക്കുന്നു, കാതുകളാകട്ടെ ശബ്ദത്തെ അറിയാൻ പ്രേരിപ്പിക്കുന്നു. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളും അവരുടെ ധർമ്മം അനുസരിച്ച് ഓരോന്നിനെയും അറിയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ യഥാർത്ഥ ബോധസത്തയെ അറിയുവാൻ സാധിക്കുന്നില്ല. ഈ അല്പമായി നാം അറിയുന്ന ജ്ഞാനങ്ങൾ നശ്വരവും അതുകൊണ്ട് തന്നെ ദുഃഖപ്രദങ്ങളുമാണ്. ഈ അല്പജ്ഞാനങ്ങളെ ത്യജിച്ചിട്ടുളവാകുന്ന പൂർണ്ണ ജ്ഞാനമാകട്ടെ സച്ചിദാനന്ദ സ്വരൂപമാണ്. മനനവും ധ്യാനവും കൊണ്ട് മാത്രമേ ആ പരമാനന്ദ പദത്തിൽ എത്താൻ നമുക്ക് പറ്റുകയുള്ളൂ. ഇനി 62-ാം ശ്ലോകത്തിലേക്ക് കടക്കാം. പരവശനായി പരതത്വമെന്തതെന്നോർക്കരുതരുതെന്നു കതിപ്പതൊന്നിനാലേ വരുമറിവേതു വരാകതിപ്പതാലേ
പരമപദം പരിചിന്ത ചെയ്തിടേണം. 62-ാം പദ്യത്തിൻ്റെ വ്യാഖ്യാനം. ആത്മാവ് ഇന്ദ്രിയങ്ങൾക്ക് വഴങ്ങി പരവശമായി തീരുന്നു. അപ്പോഴുണ്ടാകുന്നവയാണ് ബാഹ്യ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ. ഈ അറിവുകൾ ഇടയ്ക്കു നിന്നുകൊണ്ട് പ്രപഞ്ചസത്യമായ പരമാത്മതത്വമാണ് താൻ എന്ന വസ്തു ഓർമ്മിക്കരുതേ എന്ന് ആത്മാവിനെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രേരണയിൽപ്പെട്ടുണ്ടാകുന്ന അറിവുകൾ നശ്വരങ്ങളും ദുഃഖപ്രദങ്ങളുമാണ്. ആത്മസ്വരൂപം നിരന്തരം മനനം ചെയ്ത് ഉറപ്പിക്കേണ്ടതാകുന്നു. എങ്കിൽ മാത്രമേ അതിനെ സാക്ഷാത്കരിക്കാൻ പറ്റുകയുള്ളൂ. ഇന്ദ്രിയങ്ങൾ ആത്മാവിനെ മറന്നിട്ട് പുറമേയുള്ള ഓരോ വിഷയങ്ങളിൽ തെണ്ടിത്തിരിഞ്ഞു നടക്കുന്നു. ഈ നന്ദികേട് കണ്ടിട്ട് ആത്മാവ് അവയെ എന്നേക്കുമായി തൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ഒഴിവാക്കിയെന്നാണ് കഠോപനിഷത്തിൽ പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ പുറത്തുള്ള നശ്വര പദാർത്ഥങ്ങളെ ആശ്രയിച്ച് കഴിയുകയാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ജയിച്ച് കീഴടക്കിയാൽ മാത്രമേ ആത്മസ്വരൂപം വെളിപ്പെടൂ. ആത്മസത്യം അറിയണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് അന്തർമുഖരായി ആത്മതത്വം വിചാരം ചെയ്ത് കണ്ടെത്തണം. അദ്വൈത തത്വവിചാരമാണ് ആത്മതത്വം കണ്ടെത്താനുള്ള രാജപാത. അതുകൊണ്ടാണ് പരമപദം പരിചിന്ത ചെയ്തിടേണമെന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. തൻ്റെ ഉള്ളിൽ വിളങ്ങുന്ന ആത്മാവിനെ തിരിച്ചറിയാൻ വേണ്ടി മഹാഗുരു നമുക്ക് രചിച്ചു തന്ന ഈ 100 ഉജ്ജ്വല രത്നങ്ങൾ നിരന്തരം പാരായണം ചെയ്ത് നമുക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മസത്യത്തെ തിരിച്ചറിയാൻ മഹാഗുരുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.